ഇന്ത്യയിൽ കഴുകന്മാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രതിസന്ധിക്ക് കാരണമാകുന്നതായി അമേരിക്കൻ ഇക്കണോമിക് റിവ്യൂ പ്രസിദ്ധീകരിച്ച പഠനം വെളിപ്പെടുത്തുന്നു. 2000-നും 2005-നും ഇടയിൽ 1/2 ദശലക്ഷം കഴുകന്മാരാണ് ഇന്ത്യയിൽ നിന്നും ഇല്ലാതായിട്ടുള്ളത്. ഇവയുടെ അഭാവം ജൈവ വൈവിധ്യവും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലുള്ള നിർണായക ബന്ധത്തെ അടിവരയിടുന്നു. മാത്രമല്ല, കഴുകന്മാരുടെ എണ്ണക്കുറവ് മൂലമുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധിയെ ഉണ്ടാക്കിയ വാർഷിക സാമ്പത്തിക ആഘാതം ഏകദേശം $70 ബില്യൺ ആണെന്ന് പഠനം പറയുന്നു. എന്നാൽ എങ്ങനെയാകും കഴുകന്മാർ ഇല്ലാതാകുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആവാസ വ്യവസ്ഥയിൽ കഴുകന്മാർക്ക് നിർണായക പങ്കുണ്ട്. കാരണം ചത്ത മൃഗങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിൽ കഴുകന്മാർ ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. അങ്ങനെ ചെയ്യുക മൂലം വിഷബാധയുള്ള നായ്ക്കൾ പോലെ രോഗങ്ങൾ പരത്തുന്ന മറ്റു ജീവികളെ ഇവ തടയുന്നു. എന്നാൽ കഴുകന്മാരില്ലാതെ വരുന്നതോടെ ചത്തു വീഴുന്ന കന്നുകാലികൾ പലപ്പോഴും ജലസ്രോതസ്സുകളിൽ വന്നടിയാറുണ്ട്. ഇത് രോഗവ്യാപനം രൂക്ഷമാക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. കഴുകന്മാർ വംശനാശ ഭീഷണി നേരിടുവാൻ മനുഷ്യന്റെ ചില ചെയ്തികൾ തന്നെയാണ് വഴിവെച്ചതെന്ന് പഠനം തുറന്നുകാട്ടുന്നു. 1994-ൽ കന്നുകാലികളെ ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡൈക്ലോഫെനാക് എന്ന വെറ്റിനറി മരുന്ന് കഴുകന്മാരിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇവ പക്ഷികളുടെ വൃക്കയെയാണ് ബാധിക്കുന്നത്. ഈ വെറ്റിനറി മരുന്ന് കുത്തിവെച്ച മൃഗങ്ങളുടെ ശരീരം ഭക്ഷിച്ചതോടെ ആ കാലങ്ങളിൽ ധാരാളം കഴുകന്മാർ ചത്തൊടുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ കഴുകന്മാരുടെ ജനസംഖ്യ 50 ദശലക്ഷത്തിൽ നിന്ന് 2000-ആയി കുറഞ്ഞെന്നാണ് അമേരിക്കൻ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം രാജ്യത്തെ 600-ലധികം ജില്ലകളിൽ നിന്നുള്ള ആരോഗ്യ രേഖകളും കഴുകന്മാരുടെ ആവാസ വ്യവസ്ഥകളും വിശകലനം ചെയ്തു നടന്ന പഠനത്തിന് നേതൃത്വം നൽകിയത് വാർവിക് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറും EPIC-യിലെ സീനിയർ ഫെലോയുമായ അനന്ത് സുദർശൻ, ചിക്കാഗോ സർവകലാശാലയിലെ പരിസ്ഥിതി സാമ്പത്തിക വിദഗ്ധൻ ഇയാൽ ഫ്രാങ്ക് എന്നിവരാണ്.